ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു ചെറിയൊരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഇത് ക്ലോസറ്റ്, അതായത് പുതിയ മോഡൽ, അതേപോലെ വാൾ ഹാങ്ങിങ് ടൈപ്പ് വരുന്നത്, കൺസീൽഡ് ഫ്ലഷ് ഒക്കെ വരുന്ന വാൾ ഹാങ്ങിങ് മോഡൽ, ഈ ടൈപ്പ് വരുന്ന ക്ലോസറ്റിന് വരുന്ന അലൈൻകി സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ പറയുന്ന ക്ലോസറ്റ് കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഈ ക്ലോസറ്റ് ഉറപ്പിക്കുന്നത് ഇതിലൂടെ നമ്മൾ അലൈൻകി ഇട്ടതിന് ശേഷം നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന അതിൻ്റെ അലൈൻകി സെറ്റ് വെച്ചിട്ടാണ് ഇത്രയും വെയിറ്റ് വരുന്ന ക്ലോസറ്റ് നമ്മൾ ഉറപ്പിക്കുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. എത്രത്തോളം സേഫ്റ്റി കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന അലൈൻകി സിസ്റ്റം. ഇതിൻ്റെ ജസ്റ്റ് ഫുൾ ഡീറ്റെയിൽ ജസ്റ്റ് കാണിക്കാം. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ പിടിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക എത്രത്തോളം സേഫ്റ്റി കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആദ്യമേ തന്നെ ഇതിൻ്റെ അലൈൻകി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഈ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ രണ്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു മെറ്റലിൻ്റെ ഒരു ത്രെഡ് വരുന്ന റോഡാണ് വരുന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ അലൈൻകി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നോക്കിയതെല്ലാം തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇത് വരുന്നത് നേരെ നമ്മൾ ഒരു ത്രെഡ് റോഡുണ്ട്, അതായത് നമ്മൾ സാധാരണ കൺസീൽ ഫ്ലഷ് കാര്യങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കണ്ട ഈ നിങ്ങൾ ഈ കാണാൻ സാധിക്കും, കണ്ട ഇങ്ങനത്തെ വരുന്ന റോഡായിട്ടാണ് നമ്മൾ സാധാരണ ക്ലോസറ്റ് കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്. കൺസീൽ ഫ്ലഷിലൊക്കെ വരുന്ന ആ റോഡിലാണ് നമ്മൾ സാധാരണ രീതിയിൽ മെട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അതിന് പകരമായിട്ടാണ് ഈ അലൈൻകി സിസ്റ്റം പുതിയ മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ത്രെഡ് ഉണ്ട്. ഇത് നമ്മൾ അകത്ത് വരുന്ന ത്രെഡിലേക്ക് നമ്മൾ ഈ പറയുന്ന ഈ ഫംഗ്ഷനിൽ വരുന്ന ഈ ബോൾട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ത്രെഡ് ഇതിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പിരിച്ച് ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇത് ശരിക്കും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു എൻഡ് വരുന്നുണ്ട്. അതായത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലോസറ്റിൻ്റെ അകത്തുനിന്ന് ക്ലോസറ്റ് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണ്, ക്ലോസറ്റ് അതിലേക്ക് ഉറപ്പിക്കുന്ന രീതിയാണ്. ഇത്രയും വരെയാണ് നമ്മൾ മുറുക്കുന്നത്. അതിനുശേഷം ക്ലോസറ്റിൻ്റെ ഒരു എൻഡിൽ ഈ പറയുന്ന രീതിയിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ പറയുന്ന ക്യാപ്പ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടു. ഭിത്തിയുടെ സൈഡാണെന്ന് വിചാരിക്കുക. ഈ റോഡ് ഭിത്തിയുടെ അകത്തേക്ക് പോയി ഈ പറയുന്ന ഒരു റോഡ്, അത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ ക്ലോസറ്റിൻ്റെ അങ്ങേയറ്റത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ക്ലോസറ്റിൻ്റെ സൈഡിൽ. ഇനി അതിന് ശേഷം ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലിൽ മുകളിൽ നിങ്ങൾക്കൊരു ത്രെഡ് കാണാൻ സാധിക്കും. കണ്ടോ, ഈ ത്രെഡിലാണ് ഈ പറയുന്ന ഇത്രയും വരുന്ന ക്ലോസറ്റ് കാര്യങ്ങൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അലൈൻകി ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെട്ടിലേക്ക് വന്ന് ടൈറ്റായിട്ട് നിൽക്കും. അത്രയും സ്ട്രോങ്ങിലായി ടൈറ്റ് ചെയ്ത് നിൽക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിലകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നേരെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആദ്യമേ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കും. ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ക്ലോസറ്റ് ഉറപ്പിക്കുന്ന ബാറാണ് ആ കാണുന്നത്, ത്രെഡ് ബാറാണ് കാണുന്നത്. ആ ബാറിൽ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ അലൈൻകി വെച്ചിട്ട്, അലൈൻകിയുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ടൂൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ പറയുന്ന ബ്ലാക്ക് ടൈറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ക്ലോസറ്റ്. ഈ പറയുന്ന രീതിയിൽ ഇത്രയും വെയിറ്റ് വരുന്ന ക്ലോസറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സാധാരണ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് എത്രത്തോളം സേഫ്റ്റി ആയിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, നമ്മൾ ഇത്രയും വില കൂടിയ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഈ പറയുന്ന അലൈൻകിയിലാണ് ഇത് ഉറപ്പിക്കുന്നത്. ഇത് മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇത് അലൈൻകി മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്യുന്നു. ഇത് ഈ അലൈൻകി ഇടുന്ന ഹോളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ അലൈൻകി ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ആ വെട്ടിലേക്ക്, അതായത് അതിൻ്റെ അകത്ത് കിടക്കുന്ന ത്രെഡിൻ്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. കയറി പോയതിന് ശേഷം അതിൽ ശരിക്കും ടൈറ്റ് ആവും. അത്രയും ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം, ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനങ്ങി കൊടുക്കത്തില്ല. അതായത് ഫുൾ ടൈറ്റായിട്ട് അനങ്ങാതിരിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഉൾവശം കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഇത് നമ്മൾ ക്ലോസറ്റിൻ്റെ അകത്താണ് വരുന്നത്. നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അലൈൻകി കണ്ടോ. ഈ അലൈൻകി കണ്ടോ, ഇത്രയുമാണ് നമ്മൾ ഈ നമ്മൾ അവസാനം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ ത്രെഡ് കാര്യങ്ങളകത്തേക്ക് കയറിപ്പോവും. ആ അലൈൻകി മുറുക്കുന്ന ആ വശമാണ് ക്ലോസറ്റിൻ്റെ ഇവിടെ നിന്ന് കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പറയുന്ന ആ ഫംഗ്ഷൻ ഫിറ്റിങ്സ് നാം അകത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് പുറത്തിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ. ഇതിലൂടെ ഇട്ടിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ടൈറ്റ് ചെയ്തിരിക്കുന്ന അതേ ടൈറ്റിലാണ് അത് ക്ലോസറ്റ് സേഫ്റ്റി ആയിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അതിന് മുകളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. എത്രത്തോളം വെയിറ്റുള്ള ആളുകളും കാര്യങ്ങളും കയറിയിരുന്നാൽ സേഫ്റ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്നതാണോ, ബോൾട്ട് സെറ്റ് ഇട്ട് കാര്യങ്ങൾ ടൈറ്റ് ചെയ്യുന്നതാണോ, ഈ പറയുന്ന അലൈൻകി ഇട്ട് ടൈറ്റ് ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ വരുന്ന ക്ലോസറ്റുകളെല്ലാം തന്നെ, അത്യാവശ്യം വരുന്ന ക്ലോസറ്റുകളെല്ലാം തന്നെ ഈ മോഡൽസിലാണ് ഇറങ്ങുന്നത്. അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ മാർക്കറ്റ് പിടിക്കുന്നതുകൊണ്ടായിരിക്കാം.
മെയിനായിട്ട് ഇത് കസ്റ്റമർ ആരും അറിയുന്നില്ല. ഇത്രയും ഇങ്ങനത്തെ രീതിയിലുള്ള ക്ലോസറ്റിൽ, ഇത്രയും സേഫ്റ്റിയുള്ള ക്ലോസറ്റിലാണ് ആളുകൾ കയറിയിരിക്കുന്നതെന്ന് കസ്റ്റമറിനോ അത് വെക്കുന്ന വീട്ടുകാരനോ അറിയുന്നില്ല. അത് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയുന്നുള്ളൂ. ഇത്രയും സേഫ്റ്റിയുടെ പുറത്താണ്, ഈ പറയുന്ന ഇത്രയും നിസ്സാരമായ സേഫ്റ്റിയുടെ പുറത്താണ് ഓരോ ക്ലോസറ്റ് ഇരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതെന്നും ഓരോ പ്ലംബേഴ്സിന് മാത്രമേ അത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. താഴെ മുട്ടിയിട്ടുമില്ല ക്ലോസറ്റ്, അതായത് അത്രയും വെയിറ്റ് കാര്യങ്ങൾ അലൈൻ കീയിലാണ് വരുന്നത്. അതുമാത്രമല്ല അലൈൻ കീയിൽ വന്നിരിക്കുന്ന അത്രയും തന്നെ വന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മളിത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് എങ്ങനെ ഇളക്കോ കാര്യങ്ങളുണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ഏറ്റവും നല്ലത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഈ അലൈൻ കീ സിസ്റ്റത്തേക്കാൾ നല്ലത് ഇത്രയും വെയിറ്റ് വരുന്ന ക്ലോസറ്റും നമ്മൾ പറയുന്ന ഒരു 10, 60 അല്ലെങ്കിൽ 70 കിലോ അല്ലെങ്കിൽ ഒരു 80 കിലോ വെയിറ്റ് വരുന്ന ആളുകൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ബോൾട്ട് സെറ്റ് തന്നെയാണ് ഏറ്റവും ഉത്തമം. ബോൾട്ട് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പേടിക്കേണ്ട കാര്യങ്ങളില്ല. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. അലൈൻ കീ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും. ഇത് കസ്റ്റമർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. അതായത് അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയയിൽ അവർ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും പുറത്ത് കാണാൻ പറ്റില്ല. എല്ലാം ഇതിൻ്റെ അകത്താണ് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല നെറ്റ് ബോൾട്ട് ഇട്ടിട്ടാണോ എങ്ങനെയാണോ ടൈറ്റ് ചെയ്തിരിക്കുന്നതിന് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. അത് മാത്രമല്ല ക്ലോസറ്റ് ഇളകുന്നുണ്ടോ എന്ന് മാത്രമേ അവർ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുള്ളൂ. നമ്മളാണെങ്കിൽ കൂടിയും കസ്റ്റമർ ആണെങ്കിൽ കൂടിയും നമ്മുടെ വീടിൻ്റെ അകത്ത് ക്ലോസറ്റ് ഇളക്കമുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതിലിരിക്കുന്ന ആളുകളൊക്കെ എത്ര ഇരിക്കുന്ന സമയത്ത് സേഫ്റ്റി ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലോസറ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ ക്ലോസറ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ അലൈൻ കീ സിസ്റ്റം ഉള്ള ക്ലോസറ്റിലാണെങ്കിൽ കൂടിയും നിങ്ങൾ അതിന് പകരമായിട്ട് അതിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ കൂടി ഈ അലൈൻ കീ സിസ്റ്റം ആണെങ്കിൽ കൂടിയും നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാവുന്ന രീതിയിലും കൂടി നമുക്ക് ചെയ്യുന്നതാണ് അത്യാവശ്യമായ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത്. എന്തെങ്കിലും അപകടങ്ങൾ വന്നു പോയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ അലൈൻ കീ കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് നേരത്തെ തന്നെ അപകടം വരാത്ത രീതിയിൽ ക്ലോസറ്റിൽ നെറ്റ് ബോൾട്ട് ഇട്ട്, അതായത് ബോൾട്ട് സെറ്റിൽ തന്നെ ഉറപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വളരെ വിലപ്പെട്ടൊരു ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തന്നെ അറിയാം. അതായത് ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ, കാരണം ഇത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ക്ലോസറ്റ് കാര്യങ്ങൾ നിലത്തേക്ക് പോരുകയോ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നിലത്തേക്ക് പോരുന്നതെങ്കിൽ അതിൻ്റെ അവസ്ഥ നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ക്ലോസറ്റാണ്, സെറാമിക്കാണ്, എവിടെയാണ് നമ്മുടെ ശരീരങ്ങൾ എവിടെയൊക്കെയാണ് മുറിയുക എന്നൊന്നും പറയാൻ സാധിക്കില്ല. എത്രത്തോളം അത് ഭയാനകമായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റുകൾ അതിൻ്റെ കൂടെ ഫിറ്റിങ്സിൻ്റെ കൂടെ നെറ്റ് ബോൾട്ട് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഞാൻ ഈ വീഡിയോയ്ക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് മിനിമം 2000 ലൈക്സാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.